ഇറാൻ പരമോന്നത നേതാവ് മുജ്തബ ഖമനേയി ജീവിച്ചിരിപ്പുണ്ടോ എന്നതിൽ സംശയം പ്രകടിപ്പിച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. ആരാണ് ഇറാനെ നയിക്കുന്നതെന്ന് വ്യക്തമല്ല. ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ മുജ്തബ എന്തുകൊണ്ട് നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ലെന്നും ഇസ്രായേൽ പ്രധാനമന്ത്രി ചോദിച്ചു. ഇറാനെതിരായ യുദ്ധം പ്രതീക്ഷിച്ചതിലും നേരത്തെ അവസാനിക്കാൻ സാധ്യതയുണ്ടെന്നും നെതന്യാഹു പറഞ്ഞു. I'm not sure who's running Iran right now. Mujtaba, the replacement Ayatollah, has not shown his face. Have you seen him? We haven't. And you've just done away with the choke points forever. That is definitely possible. So I see that as a real change that will follow this war. But I also see this war ending a lot faster than people think. വിവരങ്ങളുമായി ഐസൻ ജോസ് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നൊപ്പം ചേരുന്നു. ഐസൻ, നോക്കൂ, ഈ നെതന്യാഹുവിൻ്റേത് ഒരു ചോദ്യം മാത്രമല്ല, ഒരു ഉത്തരം കൂടിയാണ്. അതായത് കഴിഞ്ഞ ദിവസം ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടുവെന്ന് ആഘോഷിച്ച ചിലരുണ്ട്. അവർക്ക് മുന്നിലേക്ക് വന്ന് ഞാൻ ഇവിടെയുണ്ട് എന്ന ഉത്തരം, ഒപ്പം നിങ്ങൾ എവിടെയാണെന്ന ചോദ്യവും, അല്ലേ? തീർച്ചയായും ബെഞ്ചമിൻ നെതന്യാഹു കൊല്ലപ്പെട്ടു എന്ന ഒരു തെറ്റായ വാർത്ത പ്രചരിച്ചപ്പോൾ ഇസ്രായേൽ അതിനെ കൃത്യമായും എതിർക്കുകയും അത് കൃത്യമായി അഭിസംബോധന ചെയ്യുകയും ചെയ്തിരുന്നു. അത് കൃത്യമായി അതിനെ നിഷേധിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഭാഗത്തു നിന്ന് വരുന്ന ചില വാക്കുകളും അദ്ദേഹത്തിൻ്റെ വിശദീകരണങ്ങളും കേൾക്കുമ്പോഴാണ് ചില സൂചനകൾ നമുക്കതിൽ നിന്നും വായിച്ചെടുക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, മുജ്തബ ഖമനേയിയെ അധികാരത്തിൽ ഏറ്റിയതിനു ശേഷം, അല്ലെങ്കിൽ അയത്തുള്ളയായി നിയോഗിച്ചതിന് ശേഷം കൃത്യമായൊരു നിലപാടുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യത്തിൽ അത് എന്താണ് തങ്ങളുടെ നിലപാട് എന്ന് പരസ്യമായി പറയുന്ന ഒരു രീതിയിൽ നിന്നും അദ്ദേഹം പിന്മാറുകയും ഒരു സ്റ്റേറ്റ്മെൻറ്റ്, അദ്ദേഹത്തിൻ്റെതായി പറയപ്പെടുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറാൻ ഒഫീഷ്യൽ ടെലിവിഷനിൽ വായിക്കുകയുമായിരുന്നു. അവിടെ നിന്നാണ് ഈ സംശയങ്ങളെല്ലാം തന്നെ വരുന്നത്. അതിനു മുമ്പ് മുജ്തബ ഖമനേയിക്ക് ആക്രമണത്തിൽ പരിക്കേറ്റിരുന്നു എന്ന റിപ്പോർട്ടുകൾ വന്നിരുന്നു. കാല് നഷ്ടപ്പെട്ടു എന്ന റിപ്പോർട്ടുകളെല്ലാം തന്നെ വരികയും ചെയ്തിരുന്നു. ഈ പശ്ചാത്തലത്തിൽ കൂടി പരിശോധിക്കുമ്പോഴാണ് മുജ്തബ ഖമനേയി മരിച്ചു എന്നൊരു സൂചന അന്ന് നേരത്തെ വന്ന് പുറത്തു വരികയും ചെയ്തത്. ഇതിന് പിന്നാലെയാണ് തൊട്ടടുത്ത ദിവസം ഇത്തരത്തിലൊരു സംഭവവികാസം ഉണ്ടാവുകയും, അതായത് ഈ ട്രംപിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ തന്നെ, അതായത് മരിച്ചു എന്ന സൂചന, ജീവിച്ചിരിപ്പുണ്ടോ എന്നറിയില്ല എന്നൊരു നിലപാട് അറിയിച്ചത്. അതിന് പിന്നാലെ ഇപ്പോൾ ബെഞ്ചമിൻ നെതന്യാഹുവും വളരെ കൃത്യമായി പറയുന്നത്, എന്തുകൊണ്ട് പ്രത്യക്ഷപ്പെടുന്നില്ല, എന്തുകൊണ്ട് ഔദ്യോഗികമായ ഒരു ടെലിവിഷൻ സ്ക്രീനിൽ അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നില്ല, അദ്ദേഹം തന്നെയാണോ ആ രാജ്യത്തെ നയിക്കുന്നത് എന്നത് സംബന്ധിച്ച് ഒരു കൃത്യത തനിക്കില്ല എന്ന നിലപാടും അദ്ദേഹം അറിയിക്കുന്നുണ്ട്. സ്വാഭാവികമായും ഈ കാര്യങ്ങളെല്ലാം തന്നെ ചേർത്ത് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൃത്യമായും മുജ്തബ ഖമനേയിയുടെ ജീവൻ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്ന ഒരു സൂചന തന്നെയാണ്. ആ സൂചനകളിൽ നിന്നും നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്ന ഒരു നിരീക്ഷണം എന്ന് പറയുന്നത്, അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ അത് കൃത്യമായി ഉണ്ടായിരുന്നു. എന്താണോ സംഭവിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ സംഭവിക്കുന്ന വിഷയങ്ങളെല്ലാം തന്നെ ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. അത് മുജ്തബയുടെ മരണം സംഭവിച്ചിട്ടുണ്ട് എന്നൊരു സൂചനയിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. കൃഷ്ണരാജ്.